Hello, welcome. This is Nitin Sedumadhavan from Triple Commerce Academy, your faculty for auditing and ethics. Now, as and when you see this video, I hope you have completed all the exams till costing. ഇതുവരെയുള്ള എല്ലാ എക്സാംസും നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ടും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടും നിൽക്കുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ നമുക്ക് ഈ ഒരു ഫൈനൽ ലാബ് സെഷനിലോട്ട് പോവാം. സോ എല്ലാ അറ്റംപ്റ്റിനും ചെയ്യുന്ന പോലെ കോസ്റ്റിംഗ് എക്സാമിന് ശേഷമുള്ള റിമൈനിങ് നെക്സ്റ്റ് ക്രൂഷ്യലായിട്ടുള്ളൊരു പീരിയഡ് നമുക്ക് 2026 മെയ് എക്സാംസിന് കഷ്ടിച്ചൊരു 1.5 ദിവസമാണ് കിട്ടുന്നത്. ഇന്ന് വൈകുന്നേരം, പിന്നെ ഈ പറയുന്ന 12th ഒരു ദിവസം കിട്ടും, ആൻഡ് ദെൻ 13th മോർണിംഗും കൂടി കുറച്ച് സമയം കിട്ടും പഠിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കോസ്റ്റിംഗ് എക്സാമിന് ശേഷം മെയ് 13th നമ്മുടെ ഓഡിറ്റ് എക്സാമിന് മുമ്പുള്ള ഒരു പീരീഡ് ഓഫ് ടൈം എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത് തരുന്നത്. ഓക്കെ, നൗ ബിഫോർ വി ഗെറ്റ് ടു ദ സ്റ്റഡി പ്ലാൻ, എനിക്ക് 1-2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, ദിസ് ഈസ് ടോട്ടലി ബേസ്ഡ് ഓൺ ദി അസംഷൻ ദാറ്റ് നിങ്ങൾ വൺ ടൈം ഫുൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് ഈ ടോപ്പിക്സ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ എക്സാമിന് പാസ്സാകാൻ പറ്റും, അങ്ങനത്തെ യാതൊരു ഗ്യാരണ്ടിയും പറയാൻ വേണ്ടി പറ്റത്തില്ല. ബിക്കോസ് ICAIക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇടാൻ പറ്റും എന്നുള്ളതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കുറേയൊക്കെ ഒരു പാറ്റേണും ട്രെൻഡ് അനാലിസിസ് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ പ്രീവിയസ് അറ്റംപ്റ്റ് വെച്ചിട്ട്. സോ ഐ എം അസ്യൂമിങ് ദാറ്റ് if you are watching this video and going to prepare according to this, I'm going to assume that you have at least one time finished the entire syllabus. നമ്മൾ ക്ലാസ്സിൽ തന്നിട്ടുള്ള ഫുൾ മെറ്റീരിയലും നോട്ട്സും എല്ലാം പഠിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. RTP NTP വീഡിയോസും നമ്മൾ ഓൾറെഡി ഈ CCCM മലയാളം പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ കണ്ടു കഴിഞ്ഞു എന്നാണ് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, RTPയും കണ്ടിട്ടുണ്ട്, MTP 1ഉം MTP 2ഉം കണ്ട് ഒരു ഫുൾ റൗണ്ട് പഠിത്തം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ആണ് ഈ ഒരു വീഡിയോ ഇന്ന് ഏറ്റവും ഹെൽപ്ഫുൾ ആവാൻ വേണ്ടി പോകുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് മെയിനായിട്ട് ഈ വീഡിയോ. ആൻഡ് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടേക്കുന്ന ടൈമിങ്സും ടോപ്പിക്സൊക്കെ ടെൻറ്ററ്റീവായിട്ട് കണക്കാക്കിയാൽ മതി. അതായത് ഈ ചില ടോപ്പിക്ക് ഞാൻ 2 മണിക്കൂർ ഇട്ടെന്ന് വെച്ചിട്ട് 2 മണിക്കൂറിൽ തീർക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ സമയം എടുത്തുന്നിരിക്കാം, ചിലപ്പോൾ അതിനേക്കാളും നേരത്തെ തീർന്നിരിക്കാം. ദാറ്റ് ഡസൻ മാറ്റർ. സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ടൈം ലൈൻ ആയിട്ട് നോക്കണ്ട. മോർ ഓർ ലെസ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ കൊണ്ട് എത്ര ടോപ്പിക്സ് വരെ തീർക്കണം എന്ന ഒരു രീതിയിൽ ഗൈഡ് ചെയ്യാനാണ് ഈ ടോപ്പിക്സ് തരുന്നത്. അതേപോലെ ഒരു ഫുൾ റൗണ്ട് പഠിത്തം നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണ് ഇത് യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതിൽ പറയുന്ന ടോപ്പിക്സ് ഉണ്ടല്ലോ, ആ ടോപ്പിക്സ് നോക്കുക. ഇത് ഫുൾ ഒരു സർട്ടൺ എസ്സേയിലത്തെ അല്ലെങ്കിൽ സർട്ടൺ ചാപ്റ്ററിലത്തെ ഒരു ടോപ്പിക്ക് പറയുന്ന സമയത്ത് അതിൻ്റെ മുന്നേ അതിന് ശേഷമോ ഉള്ള ടോപ്പിക്സ് ചിലപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ തോന്നിയാലും തൽക്കാലം അതിപ്പോൾ വായിക്കണ്ട. ഞാൻ പറയുന്ന ടോപ്പിക്സ് മാത്രം നോക്കി പോവുക. ഈ പറയുന്ന ടോപ്പിക്സ് മാത്രം നോക്കുമ്പോൾ തന്നെ മിക്കവാറും നമ്മളുടെ ഒരു 1.5 days ഫുൾ തീരാൻ ചാൻസ് ഉണ്ട്. ഈ പറയുന്ന ടോപ്പിക്സ് നോക്കിക്കഴിഞ്ഞിട്ടും എക്സ്ട്രാ പിന്നെ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എക്സ്ട്രാ കണ്ടൻറ്റ് വായിച്ചിരുന്നാൽ മതി. ബിക്കോസ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ടൈംസ് എക്സാമിന് ചോദിക്കുന്ന RTP NTP പാസ്റ്റ് എക്സാം ട്രെൻഡ് വെച്ചിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് പറയുന്നത്. ഓക്കെ, ഈ ഏരിയാസ് ക്വസ്റ്റ്യൻസ് അല്ല, സ്പെസിഫിക് ടോപ്പിക്സ് വന്നത്. സോ ഞാൻ പറയുന്ന സമയത്തിനകത്ത് മാക്സിമം ഇപ്പം ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ടോപ്പിക്സ് നിങ്ങൾ മാക്സിമം ഫിനിഷ് ചെയ്യുക. ആ ടോപ്പിക്സ് കഴിഞ്ഞിട്ടും പിന്നെ സമയം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടേതായിട്ട് ഇഷ്ടത്തിൽ എന്നാൽ ഇതും കൂടി വായിച്ച് കളയാം, അങ്ങനെ എക്സ്ട്രാ വായിക്കാൻ പാടും. അല്ലാണ്ട് ഒരു ടോപ്പിക് കാണുമ്പോൾ അതുമായിട്ട് ചുറ്റുമുള്ള എല്ലാ ടോപ്പിക്സും നിങ്ങൾ വായിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് രണ്ടും നടക്കാണ്ട് പോകും. ഓക്കെ, സോ യെസ്, അധികം സമയം കളയണ്ട. ഐ വിൽ കീപ് ദിസ് വീഡിയോ മാക്സിമം ഷോർട്ട് ആൻഡ് crisp as possible, and let this video be helpful to as many number of you as possible. എല്ലാവർക്കും ഇത് ഉപയോഗപ്പെടട്ടെ എന്ന ആഗ്രഹത്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ യെസ്, അപ്പോൾ നമുക്ക് മെയ് 11th ഇന്നത്തെ കാര്യം പറയാം. അതായത് കോസ്റ്റിംഗ് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ നിൽക്കുവാണ്. എത്രയും പെട്ടെന്ന് ഡിന്നറും കഴിച്ച് റെഡിയായി ഫ്രഷ് ആയതിനു ശേഷം മേക്ക് ഷുവർ അറൗണ്ട് 8 PM, ഓക്കെ, 7:30 8 PM നിങ്ങൾ പഠിക്കാതിരിക്കുക. ആദ്യം ഇന്ന് വൈകുന്നേരം പഠിക്കേണ്ട ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടോപ്പിക്ക്, സ്കോപ്പ് ഓഫ് ഓഡിറ്റിങ്ങിൻ്റെ ഏരിയ. ഇൻട്രൊഡക്ഷനിൽ അഡ്വാൻറ്റേജും മറ്റേ ആസ്പെക്ട്സ് ടു ബി കവേർഡ്, ജഡ്ജ്മെൻറ്റ്, സ്കെപ്റ്റിസം, ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ്, അതൊന്നും നോക്കണ്ട. സ്ട്രെയിറ്റ് അവേ സ്കോപ്പ് ഓഫ് ഓഡിറ്റിംഗ് നോക്കുക. ഒരു സ്മോൾ 7 പോയിൻ്റ് ഉണ്ട്. ദെൻ അഷുറൻസ് എൻഗേജ്മെൻറ്റ് തിയറി വായിക്കുക. ദെൻ കം ടു essay 200. essay 200 ലിമിറ്റേഷൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ്, പ്രത്യേകിച്ചും ഇൻഡിപെൻഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. അതിനുശേഷം essay 210 എൻഗേജ്മെൻറ്റ് ലെറ്ററിൻ്റെ കണ്ടൻറ്റ്, അതേപോലെ എൻഗേജ്മെൻറ്റ് ലെറ്റർ റിവൈസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് എൻഗേജ്മെൻറ്റ് ലെറ്റർ ചേഞ്ച് വരുത്താവുന്നത്, അത് നോക്കുക. ആൻഡ് essay 220 നമുക്ക് ക്വാളിറ്റി കൺട്രോൾ ഓൺ ഓഡിറ്റ് ഓഫ് FS, അതിൽ 5-6 പ്രിൻസിപ്പിൾസുകളുണ്ട്. അതിൽ ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റി, എത്തിക്കൽ റിക്വയർമെൻറ്റ്സ്, അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂസ് ഓഫ് ക്ലയൻറ്റ് റിലേഷൻഷിപ്പ്, ഈ 3 ഹെഡിങ്സിൽ ഫേം ചെയ്യേണ്ടതും EP ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ചെയ്യുക. ഇത്രയുമാണ് 8 to 10 PM നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഇത് 8-10 മുമ്പ് തീരുവാണെങ്കിൽ ഗുഡ് ഫോർ യു.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ, 10 കഴിഞ്ഞ് പോവുകയാണെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് അതിനനുസരിച്ചിട്ട് നെക്സ്റ്റ് ടോപ്പിക്ക് ഫിനിഷ് ചെയ്യാൻ ഉറപ്പ് വരുത്തുക. അറൗണ്ട് 12:30 to 1 AM ആകുമ്പോഴത്തേക്കും ഇന്നത്തെ കച്ചവടം തീർക്കണം. സോ ഒരു 2 hours ഗ്യാപ്പിൽ ചെയ്യേണ്ട ടോപ്പിക്സ് ഇതാണ്. ഈ ടോപ്പിക്കുകൾ ആദ്യം പഠിക്കും. ഞാൻ തന്നേക്കുന്ന ടൈം ടേബിളത്തെ കാര്യങ്ങൾ ആദ്യം ഫുള്ളായിട്ട് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വേറെ ടോപ്പിക്സിലോട്ട് പോയാൽ മതി. ഓക്കെ, ആൻഡ് ദെൻ ഒരു ഹാഫ് ആൻ അവർ ബ്രേക്കിന് ശേഷം അല്ലെങ്കിൽ 15 minutes 20 minutes വാട്ടവർ ഒന്ന് കംഫർട്ടായി ഒന്ന് കൂൾ ഡൗൺ ആയതിനു ശേഷം essay 230 ഇന്ന് നൈറ്റ് തന്നെ തീർക്കാൻ ശ്രമിക്കുക. അതൊരു ചാപ്റ്ററാണ്. ഓക്കെ, essay 230 നമ്മുടെ ICM മെറ്റീരിയൽ ചാപ്റ്റർ നമ്പർ 6 ആണ്. സോ essay 230 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ ഞാൻ പറയുന്നില്ല. ഈ essay 230 എന്തൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ, OM, PM, റിവിഷൻ മെറ്റീരിയാലിറ്റി, ബെഞ്ച് മാർക്കിംഗ്, എവറിത്തിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ essay 300 PEA പ്രിലിമിനറി എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റിയുടെ 3 പോയിന്റ്സും സ്ട്രാറ്റജിയുടെ 5 ഹെഡിങ്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കിയിട്ട് പോവുക. ഓക്കെ, ഇതിൽ ഓഡിറ്റ് സ്ട്രാറ്റജിയിലത്തെ 5 ഹെഡിങ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് സ്കിപ്പ് ചെയ്ത പോലെ അതിൽ നിന്നൊരു ചോദ്യം ഉറപ്പായിട്ടും വരാനുള്ള ചാൻസ് ഭയങ്കര 90% ഹൈ ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇന്ന് നൈറ്റ് പഠിക്കാനുള്ള May 11th പഠിക്കാനുള്ള ടോപ്പിക്സ് ഇത്രയും ടോപ്പിക്സ് ആണ്. ഓക്കെ, അതിനുശേഷം May 12th നമുക്ക് നാളെ ഒരു ദിവസമുണ്ട്, ഫുൾ ഡേ പഠിക്കാനുണ്ട്. ആ ഒരു ഫുൾ ഡേ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നോക്കേണ്ടത്? വിൽ സ്റ്റാർട്ട് അറ്റ് 6 AM 6 മണിക്ക് രാവിലെ തുടങ്ങാം. ഓക്കെ, ഒരു അപ്രോക്സിമേറ്റ്ലി 5.5 to 6 hours നമുക്ക് ഉറക്കം കിട്ടണം എന്ന രീതിയിലാണ് ഞാനിത് ടൈം ടേബിൾ പറഞ്ഞേക്കുന്നത്. സോ ബൈ 6 AM ലെറ്റ് us സ്റ്റാർട്ട്. ആൻഡ് 6 AM ആദ്യം തുടങ്ങുമ്പോൾ essay 300 ബാക്കി ടോപ്പിക്സ്, അതായത് നമ്മൾ സ്ട്രാറ്റജി വരെയാണ് ഇന്ന് രാത്രി തീർക്കുന്നത്. സോ പ്ലാനും അതേപോലെ പ്രോഗ്രാമും എന്തൊക്കെയാണോ ക്ലാസ്സിൽ തന്നേക്കുന്ന നോട്ട്സ്, ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ ഒക്കെ ഒരു ഫോർമാറ്റ് ഞാൻ ലെക്ചർ നോട്ട് തന്നിട്ടുണ്ട്. ആ ലെക്ചർ നോട്ട് നോക്കാൻ മറക്കരുത്. ആ ഫ്രെയിംവർക്ക് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ഡ്രാഫ്റ്റ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന രീതിയിലോ അല്ലെങ്കിൽ അത് ബേസ്ഡ് ആയിട്ടോ ക്വസ്റ്റൻസ് വരാം. പിന്നെ ഓഡിറ്റ് പ്ലാനിൻ്റെ പോയിന്റ്സ്, പ്രോഗ്രാമിൻ്റെ സ്റ്റെപ്സ് ടു ബി കൺസിഡേർഡ്, ഹൗ ടു ഡെവലപ്പ് ദി ഓഡിറ്റ് പ്രോഗ്രാം റിവിഷൻ, യൂണിവേഴ്സൽ ഓഡിറ്റ് പ്രോഗ്രാം, ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള RTP MTP വന്നിട്ടുള്ള ക്വസ്റ്റൻസ് ആണ്. സോ എനിവേസ് essay 300 തറവായിട്ട് പഠിക്കുക. essay 300 ഇങ്ങനെ തറവായിട്ട് പഠിച്ചാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ടോപ്പിക്സ് ആകുമ്പോഴത്തേക്കും, ഓക്കെ, അതായത് ഇന്ന് May 11th പറഞ്ഞിട്ടുള്ള ഈ essay 200, 210, 220, 230 നൈറ്റ് പഠിച്ചു, 300 രാവിലെ ആകുമ്പോഴത്തേക്കും തീർത്തു. ഇങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ 8 മണിയാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 5 ചാപ്റ്റേഴ്സ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് 4 ചാപ്റ്റേഴ്സ്, 5 essayയിലൂടെ നമ്മൾ 4 ചാപ്റ്റേഴ്സ് അപ്പോൾ തന്നെ തോന്നുന്നു. ഒരു ഹെഡ് സ്റ്റാർട്ട് കിട്ടി. ചാപ്റ്റർ നമ്പർ 1 ഇസ് ഓവർ, 2 ഇസ് ഓവർ, 6 ഇസ് ഓവർ, 11 ഇസ് ഓവർ. 4 ചാപ്റ്റേഴ്സാണ്. 4 ചാപ്റ്റേഴ്സ് വെച്ചാൽ ഫുള്ളി ഇൻഡെപ്ത് ആയിട്ട് നോക്കാൻ ലാസ്റ്റ് മിനിറ്റ് സമയമില്ല. ഈ 4 ചാപ്റ്ററിന് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്സ് നമുക്ക് തീർത്തു. സോ 18 to 20 മാർക്കിൻ്റെ ടോപ്പിക്ക് നമുക്ക് തീർത്തു എന്ന് ആശ്വസിക്കാൻ പറ്റും രാവിലെ 8 മണിയാകുമ്പോഴത്തേക്കും. അതിനുശേഷം ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് സ്ട്രേറ്റ് അവേ കം ടു ബാങ്ക് ഓഡിറ്റ് ചാപ്റ്ററിലോട്ട് വരിക. ബാങ്ക് ഓഡിറ്റ് ചാപ്റ്ററിൽ ഞാൻ ഈ എഴുതിയേക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ തന്നിട്ടുള്ള ഫാക്കൽറ്റി മെറ്റീരിയൽ ക്വസ്റ്റ്യൻ നമ്പേഴ്സിൻ്റെ ഓർഡറിലാണ്, അല്ലേ, ക്വസ്റ്റ്യൻ ആൻസർ ഫോർമാറ്റിലാണ് ഞാൻ ബാങ്ക് ഓഡിറ്റ് തന്നേക്കുന്നത്. 7, 9, 16, 17, 18, 19, 20, 21, 22 സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. മാക്സിമം നമുക്ക് 1.5 മണിക്കൂർ, 10, 11, 2.5 മണിക്കൂർ ധാരാളമാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡ്രോയിങ് പവറിൻ്റെ കമ്പ്യൂട്ടേഷൻസ് ഉണ്ട്, 2-3 ഇലിസ്ട്രേഷൻസ് ലെക്ചർ നോട്ടിൽ കാണാൻ വേണ്ടി പറ്റും. അതും ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം 12 to 1:30 PM 1.5 മണിക്കൂറിൻ്റെ നിങ്ങൾ ഡിഫറെൻറ്റ് ഐറ്റംസിലത്തെ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുക. ഡിഫറെൻറ്റ് എൻറ്റിറ്റീസിലെ എക്സ്പെൻഡിച്ചർ ഓഡിറ്റ് ഓഫ് റെസിപ്റ്റ്, ഓഡിറ്റ് ഓഫ് സ്റ്റോഴ്സ് ആൻഡ് ഇൻവെന്ററി, LLP, ഇത്രയും ടോപ്പിക്ക് എന്ത് ചെയ്യുക, ആദ്യത്തെ 1.5 മണിക്കൂർ കൊണ്ട് പഠിക്കുക. ലഞ്ച് കഴിച്ചതിന് ശേഷം വന്നിട്ട് ഹയർ പർച്ചേസ് കമ്പനി, ലീസ് കമ്പനി, പിന്നെ മറ്റേ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസിലത്തെ മറ്റേ വിബ്ജിയോർ ഫോർമാറ്റ്, കളർ കോഡിങ് വെച്ചുള്ള സംഭവം, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഈ പറഞ്ഞ ടോപ്പിക്സ് മാത്രം, ഷെയർ ഹോൾഡിംഗ്, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പറിന് എത്രമാത്രം ഷെയർ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു സൊസൈറ്റിക്ക് ആർക്കൊക്കെ ലോൺ കൊടുക്കാൻ വേണ്ടി പറ്റും, ഇവിടെ നിന്നൊക്കെ പൈസ ബോറോ ചെയ്യാൻ വേണ്ടി പറ്റും, റിസർവ് ഫണ്ടിലോട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട പൈസ, അതിൻ്റെ അമൗണ്ടും അഡ്ജസ്റ്റ്മെൻറ്റ്സും, ചാരിറ്റി കൊടുക്കുന്നതിൻ്റെ ലിമിറ്റ്, അതേപോലെ എവിടെയെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ടോപ്പിക്സ് സൊസൈറ്റിയിൽ നിന്നും, മൾട്ടി സ്റ്റേറ്റിൽ നിന്ന് സെക്ഷൻ 77, 78, 79 അവസാനത്തെ 3 സെക്ഷൻസ് ഇത്രയും പഠിക്കുക. അപ്പോൾ വൈകുന്നേരം 4 മണി, അതായത് നാളെ May 12 വൈകുന്നേരം 4 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ സിലബസിൽ നമുക്ക് അത്യാവശ്യം ഏത് പോർഷൻ വരെ തീർക്കാൻ പറ്റുമെന്ന് ഞാൻ പറയാം. വി വിൽ ഹാവ് കംപ്ലീറ്റഡ് നെക്സ്റ്റ് ഒരു 18 മാർക്സ്. അതായത് നാളെ രാവിലെ May 12 ആകുമ്പോഴത്തേക്കും ആദ്യം ഒരു 18-20 മാർക്സിൻ്റെ 4 ചാപ്റ്റർ തീർത്തു. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അനദർ 2 ചാപ്റ്റർ. ഇപ്പോൾ നമ്മൾ മൊത്തം 6 ചാപ്റ്റേഴ്സ് തീർത്തു. ആ 6 ചാപ്റ്റേഴ്സിന് മാക്സിമം ഒരു 20 + 18 36 മാർക്കിൻ്റെ എന്തായാലും കിട്ടും. ഒരു ആവറേജ് രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ 36 to 40 മാർക്കിൻ്റെ റേഞ്ച് ആയിക്കഴിഞ്ഞു. അതിനുശേഷം ഹാവ് യു ടീ ബ്രേക്ക് ആൻഡ് ദെൻ സ്റ്റാർട്ട് വിത്ത് ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ്. ഈ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ഓൾറെഡി നിങ്ങൾ മറ്റേ
ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 10 ഐറ്റത്തിൻ്റെ അല്ലേ, ആദ്യത്തെ 10 ഐറ്റത്തിന് ഞാൻ അസേഷൻസിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. AS 2, 10, 26 അസറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഈ 3 AS പഠിക്കുക. ലോ ടോപ്പിക്സ് 52, 53, 54, 66 ഈ 4 സെക്ഷൻസ് പഠിക്കുക. ഓക്കെ, സോ ആദ്യത്തെ 10 എണ്ണത്തിന് ഓൾറെഡി നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അസേഷൻസിൻ്റെ ഒരു 15 ഇലിസ്ട്രേഷൻ ഞാൻ തന്നിട്ടുണ്ട്. ആ ഇലിസ്ട്രേഷനും നോക്കിയിട്ട് പോവുക. നമ്മുടെ എത്രാമത്തെ ലെക്ചർ ഉണ്ടോ, ഓരോ ക്ലാസ്സിലും ഓരോ രീതിയിലായിരിക്കും ആ ലെക്ചറിൻ്റെ നമ്പർ മാറുന്നത്. ആദ്യത്തെ 10 ലെക്ചർ നോട്ടിനകത്തുണ്ട് ഈ തിയറി ഓഫ് അസേഷൻ. നോട്ട് നമ്പർ 6ഓ 7ഓ 8 എന്തോ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ആ 15 ഇലിസ്ട്രേഷൻസ് അത് നന്നായിട്ടൊന്നും കൂടി റിവൈസ് ചെയ്യുക. നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ 10 ഐറ്റത്തിൻ്റെ ലിസ്റ്റ് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക. ആദ്യത്തെ 10 ഐറ്റത്തിനേ ഉള്ളൂ ആ ലിസ്റ്റ്. ഏതൊക്കെ അസേഷൻസ് ആണ്? റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, എക്സിസ്റ്റൻസ്, ഒക്കറൻസ്, വാല്യുവേഷൻ, കംപ്ലീറ്റ്നെസ്സും കൂടി ഉണ്ട്. എല്ലാ ഐറ്റത്തിനും 5 പോയിന്റ് വെച്ചുണ്ടാവത്തില്ല. ഓക്കെ, ഒരുപാട് പോയിന്റ്സ് ഉള്ളതിന് മിനിമം 5 പോയിന്റ് വെച്ചിട്ടെങ്കിലും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ റിമൈനിങ് 4-5 ഐറ്റംസ് ഉണ്ട്. അതിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ മതി. MTP 2 ഇത്തവണ മിസ്ലിനിയസ് എക്സ്പെൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ആദ്യത്തെ 10 ഐറ്റത്തിന് അസേഷൻസ് മാത്രമല്ല, അതിനുശേഷമുള്ള റിമൈനിങ് 4 ഐറ്റത്തിലും നോക്കണം, ടെക്സ്റ്റ് ബുക്ക് നോക്കണം. ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ മെറ്റീരിയൽ അവസാനത്തെ 4 പോയിന്റ്സ് നമ്മുടെ മെറ്റീരിയൽ നിന്ന് ഡയറക്റ്റ് പഠിച്ചാൽ മതി. ആദ്യത്തെ 10 ഐറ്റം മാത്രമാണ് ICI മെറ്റീരിയൽ നിന്ന് ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ യെസ്, ഒരു 2 മണിക്കൂർ അവിടെ തന്നേക്കുന്നത് ഈ ചാപ്റ്റർ. 2 മണിക്കൂറൊന്നും വേണ്ടിയില്ല, ഞാൻ മാക്സിമം ടൈം എടുത്തിട്ട് പറയുകയാണ്. നിങ്ങൾക്ക് ഇതിന് മുമ്പ് ഓൾറെഡി ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പിള്ളേരാണെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റുന്ന സംഭവമാണ്. അതിനുശേഷം ഹാവ് യുവർ ഡിന്നർ ആൻഡ് സ്റ്റാർട്ട്. ഓക്കെ, അതിന് മുമ്പ് ഞാൻ പറയാം, ഇപ്പോൾ ഈ ഓരോ ഡിഫറെൻറ്റ് ഐറ്റംസിൻ്റെ ടോപ്പിക്കും കൂടി ആകുമ്പോഴത്തേക്കും എന്താ ഗുണമെന്ന് വെച്ചാൽ അനദർ 18 മാർക്സിൻ്റെ ടോപ്പിക് ആയി കഴിഞ്ഞു. സോ ഓൾറെഡി ഇപ്പം തന്നെ, അതായത് നമുക്ക് മെയ് 12-ാം തീയതി വൈകുന്നേരം നിങ്ങളുടെ ഡിന്നർ ടൈം ആകുമ്പോഴത്തേക്കും മിനിമം 56 മാർക്കിൻ്റെ ടോപ്പിക് ആയി കഴിഞ്ഞു. 18, 18, 36 + 20 56 മാർക്കിനുള്ള ടോപ്പിക്ക് കയ്യിലായി കഴിഞ്ഞു. ചാപ്റ്റർ നമ്പർ 1 ഇസ് ഓവർ, 2 ഇസ് ഓവർ, 6 ഇസ് ഓവർ, 11 ഇസ് ഓവർ, 9 ഇസ് ഓവർ, 10 ഇസ് ഓവർ, 5 ഇസ് ഓവർ. 7 ചാപ്റ്റർ ആയി കഴിഞ്ഞു. 7 ചാപ്റ്റർ ഏതാണ്ട് 55 to 60 മാർക്കിൻ്റെ ടോപ്പിക്ക് അല്ലേ. ഇനി 4 ചാപ്റ്ററും കൂടി ബാക്കിയുള്ളൂ. ഡിന്നറിന് ശേഷം നമ്മൾ ആദ്യം SAT 265 പഠിക്കുക. SAT 265 ഈ കമ്മ്യൂണിക്കേഷൻ ഡെഫിഷ്യൻസി ഇൻ്റർ കൺട്രോൾ അല്ലേ, അതിൽ ആ ഡെഫിഷ്യൻസീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ഓഫ് വീക്ക്നെസ്സിൻ്റെ ഒരു കണ്ടൻറ്റും ഫോർമാറ്റും ഉണ്ട്, അത് പഠിക്കുക. SAT 299 ജോയിൻറ്റ് ഓഡിറ്റേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ ആൻഡ് ജോയിൻറ്റ് റെസ്പോൺസിബിലിറ്റീസ് പഠിക്കുക. SAT 315 എൻറ്റിറ്റി ആൻഡ് ഇസ് എൻവയൺമെൻറ്റ് അല്ലേ, ഐഡൻറ്റിഫൈങ് ദ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്യൂസ്മെന്റ് ടു അണ്ടർസ്റ്റാൻഡിങ് ദ എൻറ്റിറ്റി ആൻഡ് ഇസ് എൻവയൺമെൻറ്റ് എന്നുള്ള എസ്സേയിൽ 6 ആൾക്കാരോട് എൻക്വയറി ചെയ്യേണ്ട ലിസ്റ്റുണ്ട്. ആ 6 ആൾക്കാരുടെ ലിസ്റ്റ് പഠിച്ച് വെക്കുക. SAT 320 ഫുള്ളായിട്ട് പഠിക്കുക. ഈ 2 മണിക്കൂറിൽ ഇത്രേ നടക്കത്തുള്ളൂ. 265-നും 299-നും 315-നും ഞാൻ സ്പെസിഫിക് ആയിട്ട് ഓക്കെ ഡു വൺ തിങ്. എനിക്ക് പെട്ടെന്ന് സ്പോട്ടിൽ തോന്നിയൊരു കാര്യം കൂടി ഞാൻ പറയാം. 315 സ്പെസിഫിക് എൻക്വയറീസിൻ്റെ കൂടെ ഇഫ് യു വാണ്ട് യു ഓൾസോ ആഡ് മറ്റേ ഇൻഡസ്ട്രി റെഗുലേറ്ററി എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് വിൽ ബെയർലി ടേക്ക് ജസ്റ്റ് 2 minutes. അതും കൂടി നോക്കുക. ഞാൻ SAT 320 പഠിക്കുക. SAT 320 ഞാൻ സെലക്ട് ചെയ്യപ്പെട്ടൊന്നും പറയുന്നില്ല. OM, PM, ബെഞ്ച് മാർക്കിംഗ് എവറിത്തിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. ഓക്കെ, പിന്നെ രാത്രി ഒരു 10:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഹാഫ് ആൻ അവർ ബ്രേക്കിന് ശേഷം 10:30 to 12:30 PM ഓഡിറ്റ് റിസ്കിൻ്റെ തിയറി പഠിക്കുക. ROMM സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ആ ഒരു ടോപ്പിക് ഉണ്ട്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. SA 500 മാനേജ്മെൻറ്റ്സ് എക്സ്പേർട്ടിൽ നിന്നും ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം, പിന്നെ സഫീഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് എലമെൻ്റ് എന്നുള്ള ടേംസിൻ്റെ മീനിങ്ങും ഡെഫിനിഷൻസും, ടെക്നിക്സ് ഫോർ ഒബ്റ്റൈനിങ് ഓഡിറ്റ് എവിഡൻസ്, മെത്തേഡ്സ് ഓഫ് ഐറ്റം സെലക്ഷൻ. SA 501 കൂടി തീർത്തിട്ടേ കടക്കാൻ പാടും. ഇത് സുഖമായിട്ട് പറ്റും, കാരണം ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു എൻ്റെ മുകളിലത്തെ ടോപ്പിക്സൊക്കെ ഇത്രയും സമയം എടുക്കത്തില്ല. സോ ദാറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും നേരത്തെ സമയം ലാഭിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഈ ടോപ്പിക്സ് നേരത്തെ തുടങ്ങാമല്ലോ. സോ ദി ഐഡിയ ബീങ് 12:30 ആകുമ്പോഴത്തേക്കും ഇത്രയും തീർത്തിരിക്കണം എങ്ങനെയെങ്കിലും. അത് എത്ര സമയത്തിനകത്ത് എടുത്തു, ചിലത് ചിലപ്പോൾ പെട്ടെന്ന് തീരും, ചിലത് സമയം എടുക്കും, ദാറ്റ്സ് ഓക്കെ. ബട്ട് 12:30 ആകുമ്പോഴത്തേക്കും SA 501 വരെ തീർക്കുക. ആൻഡ് ഓൺ ദ ഡേ ഓഫ് എക്സാം മെയ് 13-ാം തീയതി രാവിലെ ഒരു 6 മണിക്ക് എന്നിട്ട് മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് എ സൗണ്ട് 5.5 to 6 hours സ്ലീപ്പ്, നല്ല സൗണ്ട് സ്ലീപ്പ് കിട്ടുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഉറക്കം വെറുതെ കട്ട് ചെയ്തിട്ട് ചാവേണ്ട ആവശ്യമില്ല, അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവും, എക്സാമിന് ഓർമ്മ നിൽക്കത്തില്ല. ഓക്കെ, പഠിച്ച സാധനം പോലും റിക്കലക്ട് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ആ ഒരു ലാസ്റ്റ് പോയി കല ഉടയ്ക്കുന്ന ലെവലിലോട്ട് പോകരുത്. സുഖമായിട്ടൊരു 5.5-6 മണിക്കൂർ ഉറങ്ങിയിട്ട് മാത്രം പരിപാടിക്ക് ഇറങ്ങുക, എക്സാമിന് പോവുക. രാവിലെ എഴുന്നിട്ട് SA 505 എക്സൽ കൺഫർമേഷൻ, ഞാൻ സ്പെസിഫിക് ആയിട്ട് ഇന്ന ഏരിയ എന്ന് പറയുന്നില്ല, ഫുൾ പഠിക്കുക. പോസിറ്റീവ് കൺഫർമേഷൻ, നെഗറ്റീവ് കൺഫർമേഷൻ കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്, എക്സൽ കൺഫർമേഷൻ ചെയ്യണോ വേണ്ടത് ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, എക്സൽ കൺഫർമേഷൻ റെസ്പോൺസിനെ ഏതൊക്കെ രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതൊക്കെ ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന ഒരു എസ്സേയാണ്. SA 505 യു ക്യാൻ എക്സ്പെക്ട് എ ക്വസ്റ്റൻ, ഹൈ പ്രോബിലിറ്റി. SA 510 ഇനിഷ്യൽ എൻഗേജ്മെൻറ്റിൽ ഒബ്ജക്റ്റീവ്സും ഈ ഓപ്പണിംഗ് ബാലൻസിലെ മിസ്റ്റേക്മെൻറ്റ്സ് എന്ന് പറയാനായിട്ടുള്ള പ്രൊസീജിയേഴ്സും അത് നോക്കി വയ്ക്കുക. 520 അനലിറ്റിക്കൽ പ്രൊസീജിയർ ചെയ്യണോ വേണ്ടോ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സും അനലിറ്റിക്കൽ പ്രൊസീജിയർ ഇൻവോൾവ് ആവുന്ന ഓഡിറ്റ് പ്രൊസീജിയേഴ്സും നോക്കി വയ്ക്കുക. അത് ഭയങ്കര സിമ്പിളാണ്. SA 530 സാമ്പിളിങ്ങിൽ ഒരുപാട് ഡെപ്തിൽ പോകേണ്ട, സാമ്പിളിംഗ് റിസ്ക്, സാമ്പിൾ സൈസ്, ടെക്നിക്സ്, സാമ്പിളിംഗ് ടെക്നിക്സ്, ഈ 3 കാര്യങ്ങൾ നോക്കുക.
രാവിലെ ഒരു 6 മണി, പ്രത്യേകിച്ചും എക്സാം ഡേ രാവിലെ ആകുമ്പോൾ നിങ്ങളുടെ അലേർട്ട്നെസ് മാക്സിമം ലെവലിലായിരിക്കും. സോ 2 മണിക്കൂർ നമുക്ക് ഇത്രയും ടോപ്പിക്സ് സുഖമായിട്ട് തീർക്കാൻ വേണ്ടി പറ്റേണ്ടതാണ്. ആൻഡ് ദെൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം 8:30 to 10 ആകുമ്പോഴത്തേക്കും essay 560 ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ 560 ഇട്ടിട്ടുള്ളൂ. കാരണം രാവിലെ മറ്റേ ടോപ്പിക്സ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ ആകെ വെപ്രാളം കയറും. 560 ശാന്തമായിട്ട് ഇരുന്നിട്ട് നോക്കുക. അതായത് മറ്റേ സബ്സിക്വൻസ് ഏത് പീരീഡ് മുതൽ ഇന്ന് വരെയുള്ളതാണ് സബ്സിക്വൻസ്, അതിനെ സംബന്ധിച്ച് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, സബ്സിക്വൻസിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും, ആൻഡ് ഓൾസോ ഹൗ ഷുഡ് ദി ഓഡിറ്റർ റെസ്പോണ്ട് ടു ഫാക്ട്സ് വിച്ച് ബിക്കം നോൺ ടു ദി ഓഡിറ്റർ ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്, അതേപോലെ ആഫ്റ്റർ ഇഷ്യൂ ഓഫ് ദ എഫ് എസ് ടു ദ പബ്ലിക്. ആ 2 സിറ്റുവേഷൻ ശാന്തമായിട്ട് നോക്കുക. SF 570 ഗോയിങ് കൺസേൺ എഫക്ട് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്, ഇൻഡിക്കേറ്റേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഓഡിറ്ററിൻ്റെ റെസ്പോൺസ് എന്തായിരിക്കണം, ആൻഡ് ബേസ്ഡ് ഓൺ ദ മാനേജ്മെൻറ്റ്സ് റെസ്പോൺസ് എന്താണ് നമ്മുടെ റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവ്സ്, ആ ഫ്ലോ ചാർട്ട്. ഇത്രയും ആകുമ്പോഴത്തേക്കും എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് എക്സാം ഡേ രാവിലെ 10 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ചാപ്റ്റർ നമ്പർ 4ഉം 7ഉം കൂടി തീർന്നു. ഈ തലേ ദിവസം രാത്രി തുടങ്ങിയേക്കുന്ന 8 മണിക്ക് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്ക് 265, 299, 315, 320, പിന്നെ ഓഡിറ്റ് റിസ്കിൻ്റെ ടോപ്പിക്സ് 500, 501, 505, 510, 520, 530, 560, 570 ഇത്രയും ടോപ്പിക്സ് ആകുമ്പോഴത്തേക്കും അപ്രോക്സിമേറ്റ്ലി നമ്മുടെ ചാപ്റ്റർ നമ്പർ 4 and 7 തീർന്നു. ഇനിയും ഉണ്ട് essay 580 ഒക്കെ ഉണ്ട്. റിട്ടൺ റെപ്രസെൻറ്റേഷൻ ഒരു essay ഉണ്ട്. അത് ഞാനൊരു essay 580 ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് ഞാൻ പറയുന്നില്ല. ടൈം കിട്ടുവാണെങ്കിൽ നോക്കേണ്ട സാധനം പിന്നതാണ്. SASൽ സ്കിപ്പായിട്ടുള്ള ഒരു മെയിൻ essay ഇതാണ്. essay 580 ഞാൻ സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്, എഴുതാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് നോക്കാൻ ഇതിൽ എവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ള സമയം ഇപ്പോൾ ഇത്രയും നോക്കിയതിന് ശേഷം എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ ഓക്കെ, ആ 10 മണിയുടെ ഗ്യാപ്പിൽ 10 മണിക്ക് ശേഷമല്ല, 10 മണിക്ക് മുമ്പ് ഇത്രയും നോക്കിയിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിൽ essay 580 റിട്ടൺ റെപ്രസെൻറ്റേഷൻസിൽ ഓഡിറ്ററിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒന്ന് നോക്കിക്കോളൂ. അതേപോലെ ഡേറ്റ് ഓഫ് റെപ്രസെൻറ്റേഷൻ സംബന്ധിക്കുന്ന കുറച്ച് ടോപ്പിക് ഉണ്ട്. അതേപോലെ റെപ്രസെൻറ്റേഷൻസ് ആർ ഫോർ ഓൾ ദ പീരിയഡ്സ് കവേർഡ് ഇൻ ദി FS ആൻഡ് ദി ഓഡിറ്റ്. ആൻഡ് മാനേജ്മെൻറ്റ് പഴയ കാലങ്ങളിൽ ഇല്ലെങ്കിൽ പോലും അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഉത്തരം തരാനായിട്ട്. ദ മാനേജ്മെൻറ്റ് ക്യാൻ ഗീവ് റെപ്രസെൻറ്റേഷൻസ് യൂസിങ് എ ക്വാളിഫൈങ് ലാംഗ്വേജ്. അങ്ങനത്തെ ടോപ്പിക്സ് ഉണ്ട്. അതൊന്നും നോക്കി വായിച്ചെങ്കിലും വെക്കുക. 600ഉം 610ഉം ലാസ്റ്റ് മിനിറ്റിലോട്ട് അധികം ഞാൻ പറയുന്നില്ല. പ്രോബബിലിറ്റി ഭയങ്കര കുറവാണ്. ഓക്കെ, ചോദിക്കാൻ പ്രോബിലിറ്റി കുറവായതുകൊണ്ടാണ് ഞാൻ 600ഉം 610ഉം വയ്ക്കാത്തത്. 580 പറ്റുമെങ്കിൽ വായിച്ച് വയ്ക്കുക. 600ഉം പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. 600 610 പഠിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അതാ പറയുന്നത്, ഓൾറെഡി ഒരു ഫുൾ റൗണ്ട് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് മിനിറ്റ് റിവിഷനാണ് ഞാൻ ഈ പറയുന്നത്. അതേപോലെ സമയം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകുന്ന ബസ്സിലാണ് പോകുന്നത് അല്ലെങ്കിൽ കാറിലാണ് പോകുന്നത്, ഇഫ് യു ആർ നോട്ട് ഡ്രൈവിംഗ് അല്ലേ, കാറും ബൈക്കും നിങ്ങളല്ല ഓടിക്കുന്നത്, നിങ്ങൾ പാസഞ്ചർ സീറ്റ് ആണെങ്കിൽ നിങ്ങൾ ബസ്സിലാണ് പോകുന്നതെങ്കിൽ കാരോവും കൂടി ഒന്ന് വായിച്ച് വെക്കുക. കാരോൻ്റെ ആപ്ലിക്കബിലിറ്റി ഒന്ന് നോക്കുക. കാരോൻ്റെ ആപ്ലിക്കബിലിറ്റി നോക്കുക. ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾസിൻ്റെ ആപ്ലിക്കബിലിറ്റി ടോപ്പിക്സ് ഈ ഇടയ്ക്ക് തൊട്ട് മുന്നത്തെ റീസെൻ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ട് റിപ്പീറ്റ് ആവാൻ ചാൻസ് ഇല്ല. ആപ്ലിക്കബിലിറ്റി ബേസ്ഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ MCQയിൽ വരാം. അതേപോലെ ക്ലോസസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഓവറോൾ വ്യൂ കൊടുക്കുക. ഓവറോൾ വായിക്കുന്ന സമയത്ത് ക്ലോസ് 3 ഒന്നും വായിച്ച സമയങ്ങളുണ്ട്, ക്ലോസ് 2 ഒന്ന് വായിച്ചേക്ക്. പിന്നെ ക്ലോസ് നമ്പർ 7 ഒന്ന് വായിക്കുക, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസിൻ്റെ ഒക്കെ കാര്യം. പിന്നെ ക്ലോസ് നമ്പർ 11 ഫ്രോഡ് റിപ്പോർട്ടിംഗ് ഉണ്ട്, നിധി കമ്പനി 12 ഉണ്ട്, 16 NBSC രജിസ്ട്രേഷൻ ഉണ്ട്. എനിക്കിപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഏത് ക്ലോസ് 21 ക്ലോസ് ഉണ്ടല്ലോ, ഏത് വേണേൽ ചോദിക്കാം. ആദ്യത്തെ 1, 2, 3 2 മാത്രം വായിക്കുക, ബാക്കിയെല്ലാം സ്പീഡിലൊന്ന് നോക്കി പോവുക. അല്ലാണ്ട് ഒരുപാട് സമയങ്ങളുണ്ട്. 9ഉം 10ഉം ഒക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ, ക്ലോസ് നമ്പർ 9 ബോറോയിങ്സ് ഉണ്ട്. പിന്നെ ക്ലോസ് നമ്പർ 10 IPO FPO ഉണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ജസ്റ്റ് നോക്കി വയ്ക്കുക, ഒന്ന് ക്വിക്ക് റീഡിങ് കൊടുത്തിരുന്നാൽ മാത്രം മതി. ഇത് 10 മണിക്ക് മുമ്പ് 10 മണിയായിട്ടും 10 മണിക്ക് മുമ്പേ നിങ്ങൾ ഇത്രയും തീർത്തിട്ടുണ്ട് സമയമുണ്ടെങ്കിൽ മാത്രമാണ് essay 580 ഈ റീഡിങ്ങും കാരോയും വായിക്കേണ്ടത്. ഇല്ലാത്ത പക്ഷം ലാസ്റ്റ് മിനിറ്റും ടെൻഷൻ അടിക്കാൻ പോകണ്ട. എക്സാം ഹാളിൽ എത്തിയിട്ട് സമയമുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് നോക്കിയിരുന്നാൽ മതി. ഓക്കെ, നൗ 10:30 തൊട്ടിട്ട് 12 വരെ നമുക്ക് മറ്റൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഇതിൻ്റെ സമയം ഒരിക്കലും കളയരുതേ. കാരോ പഠിച്ചിട്ടോ അല്ലെങ്കിൽ essay 580, 600, 610 ഒക്കെ വായിച്ചുകൊണ്ടിരുന്നിട്ട് ഇത് വായിക്കാതിരിക്കരുത്. ഇതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദിസ് ഈസ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. കൺട്രോൾ എൻവയൺമെൻറ്റ്, ഇൻറ്റേർണൽ കൺട്രോളിൽ കോമ്പോണൻസ്, കൺട്രോൾ എൻവയൺമെൻറ്റ്, ഇൻഫർമേഷൻ സിസ്റ്റം റെലവൻറ്റ് ഫോർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഈ 2 കോമ്പോണൻസ് ഒന്ന് വായിക്കുക. അതേപോലെ ഇൻറ്റേർണൽ കൺട്രോൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള ടൂൾസ്, ഇൻറ്റേർണൽ കൺട്രോൾ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ബെനിഫിറ്റ്സ്, പിന്നെ ഓട്ടോമേറ്റഡ് എൻവയൺമെൻറ്റിൽ നമ്മുടെ ഓട്ടോമേറ്റഡ് എൻവയൺമെൻറ്റിനെ മനസ്സിലാക്കാനായിട്ട് ഏതെല്ലാം ഫാക്ടേഴ്സ് നോക്കും എന്നുകൊണ്ടൊരു 6 സിമ്പിൾ ചെറിയ 6-7 സിമ്പിൾ പോയിൻറ്റ്സ് ഉണ്ട്. അത് പിന്നെ ടെസ്റ്റിംഗ് മെത്തേഡ്സ് ഇൻ ഓട്ടോമേറ്റഡ് എൻവയൺമെൻറ്റ്, ജനറൽ IT കൺട്രോൾസിൻ്റെ തിയറി. ഓക്കെ, ഇത്രയും ഇൻറ്റേർണൽ കൺട്രോളിന് മാത്രമായിട്ട് എത്ര ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പറയാൻ പറ്റില്ല. ഇൻറ്റേർണൽ കൺട്രോൾ 10:30 to 12 എന്തായാലും വായിക്കുക. പിന്നെ സമയം കിട്ടുവാണെങ്കിൽ ഈ 580 കാരോയും കൂടി ടോപ്പിക്സ് നോക്കി പോവുക. പിന്നെ മിസ്സാക്കിയിട്ടുള്ള ഒരു ചാപ്റ്റർ എന്ന് വെച്ചാൽ, ചാപ്റ്റർ അല്ല, ഈ കാരോ ഒക്കെ കിടക്കുന്ന നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ചാപ്റ്റർ. ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ചാപ്റ്ററിൽ essay 700, 701 അങ്ങനത്തെ essays ഉണ്ട്. അത്
ലൈക്ക് ലാസ്റ്റ് മിനിറ്റ് റിവിഷനിലൂടെ ഞാൻ വെക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് 700 ഭയങ്കര സിമ്പിളാണ്. നിങ്ങളത് വായിച്ച് ഒരുപാട് സമയങ്ങൾ ആവശ്യമില്ല. ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് അറിയുന്നുണ്ടാവുമല്ലോ. അത് പിന്നെ SA 705 ക്വാളിഫൈഡ് എപ്പോൾ കൊടുക്കും, അഡ്വാൻസ് എപ്പോൾ കൊടുക്കും, അതൊക്കെ ഒരുപാട് സ്റ്റുഡൻസിന് ഇപ്പോഴും ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് അറിയാവുന്ന ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ കൊടുക്കാത്തത്. അതൊക്കെ ഇനീഷ്യൽ ഫസ്റ്റ് റൗണ്ട് സ്റ്റഡിയിൽ തീർത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇഫ് ടൈം പെർമിറ്റ്സ്, ടൈം കിട്ടിയാൽ മാത്രം ചെയ്യാനുള്ള ടോപ്പിക്സ് ഈ SA 580 ഒന്ന് നോക്കിയാൽ കൊള്ളാം. എക്സാം ഹോളിലോട്ട് കയറുന്നതിന് മുമ്പേ നമ്മൾ ബാക്കി എല്ലാം ഞാനിപ്പോൾ പറഞ്ഞ ടൈം പ്രകാരം നിങ്ങൾക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ, എന്നിട്ടും സമയം ബാക്കി വന്നാൽ മാത്രം പിന്നീട് ലാസ്റ്റ് മിനിറ്റ് നോക്കേണ്ട കാര്യങ്ങൾ ഈ SA 580 ഈ പറഞ്ഞ ടോപ്പിക്സ്, ഒബ്ജക്റ്റീവ്സ്, ഡേറ്റ് ഓഫ് റെപ്രസെൻറ്റേഷൻ സംഭവം, ക്യാരവിലത്തെ ആപ്ലിക്കബിലിറ്റിയും ക്ലോസസ് ഒന്ന് ജനറൽ റീഡിങ് കൊടുക്കുക. 1, 2, 3 ഒരുപാട് സമയം കളയണ്ട, ബാക്കിയുള്ള ക്ലോസസ് പെട്ടെന്ന് തീരും. 2 വേണമെങ്കിൽ വായിച്ചെന്ന് പറയാൻ കാരണം MTPയിൽ വന്നിട്ടുള്ളത് മാത്രമാണ്. പിന്നെ നമ്മുടെ SA 700 ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ എലമെൻറ്റ്സ്, ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി പാരഗ്രാഫും സിഗ്നേച്ചർ ഒന്ന് നോക്കിക്കോ. ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി പാരഗ്രാഫും അതേപോലെ സിഗ്നേച്ചർ ഓഫ് ഓഡിറ്റർ യൂഡിനൊക്കെ വരുന്നുണ്ട്. ആ ഒരു ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് വായിക്കുക. SA 701 കീ ഓഡിറ്റ് മാറ്റർ ഏതൊക്കെ ഐറ്റംസ് ആണ് സെലക്ട് ചെയ്യുക, ഹൗ ആർ കീ ഓഡിറ്റ് മാറ്റേഴ്സ് സെലക്റ്റഡ് എന്നുള്ള ടോപ്പിക്ക് മാത്രം ഒന്ന് നോക്കിയിട്ട് പോവുക. അത് മതി. 705 അധികം സമയം കളയണ്ട. നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിരിക്കും, ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അത് എഴുതാൻ പറ്റും. 706 OMPയിൽ അധികം സമയം കളയണ്ട, ചോദിക്കാനുള്ള പ്രോബിലിറ്റി ഭയങ്കര കുറവാണ്. 710 ഓൾസോ ലാസ്റ്റ് മിനിറ്റിൽ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതും വെറുതെ സ്ട്രെസ് കയറ്റാന്നുള്ളതല്ല, വേണം ഒരു ഗുണമില്ല. ഓക്കെ. പിന്നെ ലോയിലത്തെ ടോപ്പിക്സ് ഉണ്ട്. 143 സബ്സെക്ഷൻ 1, ഡ്യൂട്ടി ടു എൻക്വയർ, ഡ്യൂട്ടി റിപ്പോർട്ട്. അതും എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്പർ ഓഫ് ഫ്രീക്വൻസി വെച്ച് നോക്കുമ്പോൾ വളരെ റെയർ ആയിട്ട് ചോദിക്കാറുള്ളൂ. ലാസ്റ്റ് മിനിറ്റ് റിവിഷന് ഞാൻ അത് കൊടുക്കുന്നില്ല. അപ്പോൾ ഞാനൊരു ടൈം ടേബിളിൽ ഇട്ടിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യാതെ പോയേക്കുന്നത്, നമ്മുടെ സമയത്തിൽ തികയാതെ വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പിക് SA 580, ക്യാരോ, 700, 701 ഈ ടോപ്പിക്സ് ഇഫ് യു ഗെറ്റ് ടൈം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും മാത്രം ഒന്ന് മനസ്സിൽ വെക്കുക. ഞാൻ തന്നേക്കുന്ന ടൈമിൽ ഈ ടോപ്പിക്സ് ഇല്ല, ഇതും കൂടി സത്യം പറഞ്ഞാൽ ചെയ്താൽ പെർഫെക്റ്റായി എന്ന് ഞാൻ പറയും. അപ്പോൾ ഇങ്ങനെ കുറച്ച് ടോപ്പിക്സ് ലാസ്റ്റിലോട്ടുണ്ട് എന്ന ഐഡിയ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മുടെ ടൈം ടേബിൾ പ്രകാരം പഠിച്ചു തുടങ്ങാൻ. സോ ടൈം ടേബിൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ ബാങ്ക് ഓഡിറ്റ് 9 മണിക്ക് തുടങ്ങി ഒരു 10:45, 11 മണിക്ക് തീരുന്നുണ്ടെങ്കിൽ പിന്നെ ഉഴപ്പരുത് 11:30 വരെ സാറ് സമയം തന്നിട്ടുണ്ട്, അപ്പോൾ എക്സ്ട്രാ ബ്രേക്ക് അങ്ങനെ വിചാരിക്കരുത്. നേരത്തെ അതിനനുസരിച്ചിട്ട് അടുത്ത ടോപ്പിക്സ് സ്റ്റാർട്ട് ചെയ്തോണം. ബിക്കോസ് നമുക്ക് ലാസ്റ്റിലോട്ട് ഇങ്ങനത്തെ കുറച്ച് ടോപ്പിക് കൂടി ഉണ്ട്. ഇനി വേഴ്സ്റ്റ് കേസ് സിനാരിയോ ഇത് നോക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ചാവണ്ട, അതുവേണ്ടി കരയേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. ബാക്കി ഞാൻ പറഞ്ഞ ടോപ്പിക്സ് അത്രയും ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. യുൽ ബി സേഫ്. ഒരു റൗണ്ട് ഫുൾ പഠിച്ചിട്ടുള്ള കുട്ടികൾക്കാണ് ഇത് പറയുന്നത്. ഓക്കെ. നൗ യെസ്, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യുൽ ബി ഹോപ്പ്ഫുള്ളി ഏബിൾ ടു റൈറ്റ് അറ്റൻഡ് മോർ ദാൻ ഡെഫിനറ്റ്ലി 90+, 95+ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമുക്ക് പേപ്പർ ക്ലിയർ ചെയ്യാനും 50+ കിട്ടാനും എക്സംഷൻ കിട്ടാനൊക്കെയുള്ള ചാൻസ് കൂടും. ആ ഒരു മാർക്ക് വെയിറ്റേജ് വെച്ചിട്ടും എക്സാമിന് നമുക്ക് ലാസ്റ്റ് മിനിറ്റ് റിവിഷനും വേണ്ട ആ ഒരു ഫ്ലോയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞു പോയേക്കുന്നത്. ഇഫ് യു ക്യാൻ മാനേജ് ടൈം ടു ഫിനിഷ് ടോപ്പിക്സ് ഏർലിയർ ദാൻ വാട്ട് ഐ സേ, വെരി ഗുഡ്, പെർഫെക്റ്റ്. ബട്ട് മേക്ക് ഷുവർ ഇത് മിസ് ഔട്ട് ആക്കാതിരിക്കുക, ഇതൊന്ന് ഇനി കുറയാതിരിക്കുക എന്നാണ് ഏറ്റവും വലിയ ഒരു ഒബ്ജക്റ്റീവ്. സോ യെസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. ഈ വീഡിയോ സെഗ്മെൻറ്റിൻ്റെ ഉദ്ദേശം നീട്ടി വലിച്ച് ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും പറയാന്നുള്ളതല്ല. ദിസ് ഇസ് ഇറ്റ്. ഓൾ ദ ബെസ്റ്റ് മൈ ഡിയർ ചിൽഡ്രൻ. എക്സാം നന്നായിട്ട് എഴുതിയിട്ട് വരൂ, നല്ല റിസൾട്ട് കിട്ടട്ടെ, ഇത്തവണ തന്നെ പാസ്സാവട്ടെ. ഓക്കെ. സോ റിസൾട്ടിന് ശേഷം എല്ലാവരും കോൺടാക്ട് ചെയ്യുക. ബൈ.